നിവിൻ പോളി, ഷറഫുദ്ദീൻ എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി ബി ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് പ്രതിച്ഛായ. ഇപ്പോൾ തിയേറ്ററുകളിലുണ്ട് ആ സിനിമ ഗംഭീരമായി മുന്നോട്ടേക്ക് പോകുന്നു. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ശരിയാണ് അല്ലേ? വെരി ഗുഡ് മോർണിംഗ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നല്ല പ്രതിച്ഛായയിൽ മുന്നോട്ടേക്ക് പോകുന്നു, നല്ല റെസ്പോൺസ് കിട്ടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു ഇമോഷണൽ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന ജോണർ, എന്താണ് കിട്ടുന്ന ഒരു പ്രതികരണം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ? ഇപ്പം 2 ദിവസം, ഇപ്പം നമ്മൾ 3ാമത്തെ ദിവസത്തേക്ക് കടക്കുന്നു. വളരെയധികം നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്ന് വരുന്നത്. ഈ സിനിമ കേരളത്തിലെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറേ നാളായി രാഷ്ട്രീയ പശ്ചാത്തലമുള്ള, എന്നാൽ അതോടൊപ്പം മറ്റൊരു ലെയറായിട്ട് ഒരു ഫാമിലി ഡ്രാമ പറഞ്ഞു പോകുന്ന ഒരു സിനിമ എത്തിയിട്ട് ആ വ്യത്യസ്തതയെ കേരളത്തിലെ പ്രേക്ഷകർ സ്വീകരിച്ചു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഇതൊരു രാഷ്ട്രീയ സിനിമയെങ്കിൽ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. മീനച്ചൂടിനെയൊക്കെ വകവെക്കാതെ അത്രയധികം തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുമ്പോൾ ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു തീരുമാനം, അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു സിനിമയാണോ? അതെന്താണ് റിലീസ് ചെയ്ത് ഈ സമയത്ത് വെച്ചത്? ഇത് തികച്ചും ആകസ്മികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. കാരണം ഞാൻ 2019 ഈ സിനിമയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിൻ്റെ സ്ക്രീൻ പ്ലേയുടെ എഴുത്ത് തുടങ്ങുന്നത് 2019. 2019 മുതൽ പല വഴികളിലൂടെ, പല ആക്ടേഴ്സിലൂടെ പോയി. ഞാൻ നിവിൻ പോളിയായിട്ട് ആദ്യം സംസാരിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കുകൊണ്ട് എനിക്കും ഒരു ഇടവേള വന്നതുകൊണ്ട് ഞാൻ മറ്റൊരു ആക്ടറുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെയും അങ്ങനെ അവസാനം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിവിനെ കണ്ടപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി സംസാരിച്ചപ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാമല്ലോ. നിവിൻ അപ്പോൾ ഒരു സ്പേസ് ഉണ്ടായിരുന്നു ഒരു ചെയ്യാൻ പറ്റുന്ന. അങ്ങനെയാണ് 100 ദിവസത്തോളം ഈ സിനിമ ഷൂട്ട് ചെയ്തു. വലിയ സിനിമയായതുകൊണ്ട് തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്ക് കുറച്ച് സമയമെടുത്തു. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സീസൺ എന്ന് പറയുന്നത് ഈ സ്കൂൾ അടയ്ക്കുന്ന സീസണാണ്. നമുക്ക് ഏറ്റവും നല്ല കളക്ഷൻ കിട്ടുന്നത് മാർച്ച് അവസാനം മുതലുള്ള ഏപ്രിൽ മെയ് വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഏത് വലിയ സിനിമയും റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡേറ്റാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പം എല്ലാ വലിയ സിനിമകളിലും മലയാളത്തിലെ ദൃശ്യം 3 ഉൾപ്പെടെയുള്ള സിനിമകളെല്ലാം വരുന്നത് ഈ കാലയളവിൽ തന്നെയാണ്. അതുകൊണ്ട് ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്തൊരു സംഗതിയല്ല. പിന്നെ ഇലക്ഷനെ സ്വാധീനിക്കാൻ മാത്രം ശക്തമായ രാഷ്ട്രീയമൊന്നും ഇത് പറയുന്നില്ല. രാഷ്ട്രീയം ഇല്ല എന്നല്ല പറയുന്നത്. കൂടുതലും മീഡിയയും പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു നെക്സസ് ആണ് ഇത് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. മീഡിയയുടെ കോർപ്പറേറ്റൈസേഷനെ കുറിച്ച് ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഈ സിനിമയിലെ രാഷ്ട്രീയത്തിൻ്റെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ലെയർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണൻ, ഒരു റിവ്യൂവിൽ ഞാൻ വായിച്ചത്, എഴുതുന്ന ഒരു വരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പ്രൊപ്പഗാണ്ട എന്ന വിളിപ്പേര് കിട്ടിയേക്കാവുന്ന ആശയത്തെ അതിവിദഗ്ധമായി അവതരിപ്പിച്ചിട്ടുണ്ട് ബി ഉണ്ണികൃഷ്ണൻ എന്നാണ്. അപ്പോൾ ഒരു ചെറിയ ഞാണിമക്കളി ഉണ്ടായിരുന്നോ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ? അല്ല, ഞാണിമക്കളി എന്ന് പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന, ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷെ നമ്മുടെ ഈ ക്യാരക്ടേഴ്സും ഈ സ്റ്റോറിയും നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പക്ഷപാതം കാണിച്ച ഒരു സൈഡിൽ നിന്നുകൊണ്ട് മറ്റൊരു സൈഡിനെ പൂർണ്ണമായും താറടിച്ച് കാണിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഒരു സിനിമയ്ക്ക് ചേർന്നതല്ല, ഒരു കലാപ്രവർത്തനത്തിന് ചേർന്നതല്ല. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഏറ്റവും ജനകീയമായിട്ടുള്ള നേതാക്കൾ, അവർക്ക് ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, അവർക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. അപ്പോൾ അവർ പബ്ലിക് റെലമിലെ സ്ഫിയറിൽ ഫേസ് ചെയ്യുന്ന എല്ലാ കോൺഫ്ലിക്റ്റുകളും അവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കൂടി അത് റെസനേറ്റ് ചെയ്യുന്നുണ്ട്. അവർ തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ അവർക്ക് അവരുടെ പങ്കാളിയെ കാണണം, മക്കളെ കാണണം, ചെറുമക്കളെ കാണണം, അടുത്ത സുഹൃത്തുക്കളെ കാണണം. അപ്പോൾ അത്തരത്തിലുള്ള ക്രൈസിസുകൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇടത്തിൽ എങ്ങനെയാണ് അവരെ ബാധിക്കുന്നതെന്നാണ് പ്രാഥമികമായിട്ടും ഈ സിനിമ സംസാരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ PR, ഇമേജ് ബിൽഡിംഗ് എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ഈ കാലത്ത് കൂടുതലായി കേൾക്കുന്നുണ്ട്. അതുപോട്ടെ, അത് വേറെ കാര്യം. പക്ഷേ ഇമേജ് എന്നതിന് രാഷ്ട്രീയത്തിൽ എല്ലാ കാലവും ഒരു പ്രസക്തി ഉണ്ട്, ഇപ്പോഴും അതുണ്ട്. ഈ പ്രതിച്ഛായ എന്ന പേര് അതുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണോ? തീർച്ചയായിട്ടും. നിങ്ങൾ അതിൻ്റെ ഒരു ചെറിയ ടാഗ് ലൈൻ നോക്കിയാൽ ഇമേജ് ഇസ് ഡെസ്റ്റിനി എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഇമേജാണ് നിങ്ങളുടെ വിധി എന്നുള്ളത്. അതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ, ഹാഷ്മിക്കൊക്കെ അറിയാവുന്ന പോസ്റ്റ് ട്രൂത്ത് എന്നൊക്കെ വിളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ 3 ദേശീയ തെരഞ്ഞെടുപ്പുകളിലായി എത്ര ട്രില്യൺ രൂപയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ സൈബർ സ്പേസിൽ ഒഴുക്കിയിട്ടുള്ളത് എന്നുള്ളത് പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇമേജുകൾ തമ്മിലുള്ള ഒരു വാറാണ് ഇപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്.
മാറിയിരിക്കുന്നത്. പ്രതിച്ഛായകൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നത്. അപ്പോൾ പ്രതിച്ഛായകളെ എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ അപനിർമ്മിക്കാം എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്, ഒരു മെയിൻ സ്ട്രാറ്റജി ആയിട്ട് മാറിയിരിക്കുന്നത്. അതൊരു 1-to-1 ഫിസിക്കൽ കണക്റ്റിൽ നിന്നും നേതാക്കളും ജനങ്ങളും തമ്മിലുള്ള ബന്ധം മാറിപ്പോയിരിക്കുന്നു. അതിൽ ഞാൻ വലിയ നൊസ്റ്റാൾജി ഒന്നും കാണുന്നില്ല, അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. പക്ഷേ അത്തരമൊരു ഇടത്തിൽ വ്യാജ പ്രതിച്ഛായകൾക്കും വ്യാജ നിർമ്മിതികൾക്കും വലിയ രീതിയിലുള്ള സ്പേസും സാധ്യതയും ഉണ്ട്. അത് കാണാതെ പോകരുത്. അത് ഒരു ജനപ്രിയ സിനിമയുടെ ഫോർമാറ്റിൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധം ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രീ വി ഉണ്ണികൃഷ്ണൻ, മിക്ക സിനിമകളുടെയും ഒരു എഴുതി കാണിക്കുന്നത് നമ്മൾ കാണുമല്ലോ, ഈ ചിത്രത്തിന് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല, ഉണ്ടെങ്കിൽ അത് യാദൃച്ഛികമാണെന്ന്. അപ്പോൾ ഈ സിനിമ കാണുന്നവർക്ക് ഇതാരുമായോ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമ കാണുന്നവർക്ക് ചില വിഭാഗങ്ങൾ ഇതിനെ ഭയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് താങ്കൾ പറയുന്നു ഇത് തികച്ചും അവിചാരിതമായിരുന്നു ഈ സമയത്തുള്ള ഒരു റിലീസ്, അതിന് പല കാരണങ്ങളും പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഒരു വിഭാഗം ഇതിനെ ഭയക്കുന്നുണ്ടോ? അതെനിക്കറിയില്ല, ഭയമുണ്ടോ എന്നുള്ള അറിയില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സിനിമ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലോട്ട് മനസ്സിലേക്ക് വരുമ്പോൾ, തീർച്ചയായിട്ടും നമ്മുടെ കേരള സമൂഹത്തിൽ നടന്ന ചില കാര്യങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കൊരു രാഷ്ട്രീയ നേതാവിനെ സിനിമയിൽ ചിത്രീകരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വലിയ നേതാക്കളുടെ പ്രരൂപങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അവരിൽ നിന്ന് ചില ഘടകങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അത്തരത്തിലുള്ളൊരു കഥാപാത്ര നിർമ്മിതി നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് പൂർണ്ണമായും നിഷ്കളങ്കമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിക്ഷന്റെ എലിമെന്റ് എപ്പോഴും ആ കഥാപാത്ര നിർമ്മിതിയിലുണ്ടാവും. ഈ സിനിമയെ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഭയക്കേണ്ട ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ തന്നെ ഒരു സിനിമയെ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്, ഒരു എഴുത്തിനെ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? നമുക്കതിനെ ചർച്ച ചെയ്യാം, നമുക്കതിനോട് ഇടപെടാം, സംവദിക്കാം. പക്ഷെ അതിനെ ഭയക്കേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നത് അത്രത്തോളം നിഷ്കളങ്കമല്ല. ഇത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കേന്ദ്ര കഥാപാത്രമാക്കി ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ക്രൈസിസ് അഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം സംഭവങ്ങൾ ഇതിന്റെ ഒരു റെഫറൻസ് പോയിന്റാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിക്ഷൻ എലിമെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ, ജോൺ വർഗീസ് എന്ന കഥാപാത്രം നിവിൻ പോളി ഗംഭീരമാക്കിയെന്നാണ് എനിക്ക് ഒന്ന് കാണാൻ സമയം കിട്ടിയിട്ടില്ല. നമ്മൾ ഇലക്ഷൻ തിരക്കിലായി പോയി, എന്നാലും കാണുന്ന സിനിമ. അപ്പോൾ ഗംഭീരമാക്കിയെന്നാണ് പറയുന്നത്. സാധാരണഗതിയിലുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ വ്യത്യസ്തമായി മാസ് നടൻ എന്ന നിലയ്ക്ക് കൂടി ഗംഭീരമാക്കി. സർവ്വമായയിലെ വിജയം കഴിഞ്ഞതേ ഉള്ളൂ. നിവിൻ പോളി എന്ന നടന്റെ ദിവസങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? നിവിൻ അതിഗംഭീരമായിട്ട് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട പേര് ബാലചന്ദ്ര മേനോൻ സാറിന്റെയാണ്. അദ്ദേഹം 50 വർഷം പൂർത്തിയാക്കുകയാണ് സിനിമയിൽ. അപ്പൊ അദ്ദേഹമാണ് ഈ സിനിമയുടെ നെടും തൂണായിട്ടുള്ള മുഖ്യമന്ത്രി വർഗീസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പ്രകടനങ്ങളിൽ ഒന്നാണ് ഈ സിനിമയിലുള്ളതെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത് എനിക്ക് കിട്ടിയ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കരുതുന്നു. മാത്രം അല്ല, ഇതിലെ മുഴുവൻ അഭിനേതാക്കളും അതിൽ വളരെ കൗതുകകരമായിട്ടൊരു കാര്യം, സായ്കുമാറും പിന്നെ വൈശാഖ് ശങ്കർ എന്ന 2 നടന്മാരൊഴിച്ച് ബാക്കി ഈ സിനിമയിലെ മുഴുവൻ നടീനടന്മാരും ആദ്യമായിട്ടാണ് എന്നോട് പ്രവർത്തിക്കുന്നത്. അത് മണിയമ്പിള്ള രാജു ആയാലും ഹരിശ്രീ അശോകൻ, അവരൊക്കെ ഇത്രയും മുതിർന്ന ആക്ടേഴ്സായിട്ട് കൂടി ഞാൻ അവരുടെ കൂടെ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് അവരെൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും അതിഗംഭീരമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. ആൻ അഗസ്റ്റിൻ, സബിത ആനന്ദ്, പുതിയ 2 പെൺകുട്ടികൾ ഈ സിനിമയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നീതു കൃഷ്ണ, അനീന എന്ന് പറയുന്ന 2 പേരെ പരിചയപ്പെടുത്തുന്നുണ്ട്. RJ വിജിത, മേഘ, അങ്ങനെ ഒരുപാട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. സോ ആക്ടേഴ്സ് എല്ലാവരും, ഈ സിനിമയിലെ അഭിനേതാക്കൾ എല്ലാവരും വലിയ രീതിയിലുള്ള ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. അപ്പം തന്നെ ഈ അടുത്തിടെ ഇറങ്ങുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ്, പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാത്ത അടിപിടി, തല്ലും പിടിയും, ജഗപോക അങ്ങനെയുള്ള സിനിമകളാണ്. പക്ഷേ ഈ ഒരു സിനിമയിൽ ഒരൊറ്റ സംഘടന രംഗം പോലും ഇല്ല എന്ന് കേൾക്കുന്നു. ശരിയാണോ? ശരിയാണ്. ഞാൻ ചെയ്ത സിനിമകളിൽ ഒരു സംഘടന രംഗം പോലും ഇല്ലാത്ത ആദ്യത്തെ സിനിമയാണ് പ്രതിച്ഛായ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഥ ആവശ്യപ്പെടുമ്പോഴാണല്ലോ സംഘടനകൾക്ക് പ്രസക്തി. ഇതിനകത്ത് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. എന്നുവെച്ച് അത്തരം ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ ഗംഭീരമായിട്ട് ഓടുന്ന ഒരു സ്ഥലമാണ്, ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ
അത് തീർച്ചയായിട്ടും ഒരു ചലഞ്ചായിരുന്നു. പക്ഷേ യാതൊരു പ്രസക്തിയില്ലാതെ അത്ര ഒരു രംഗം കുത്തിക്കയറ്റുന്നതിൽ കാര്യമില്ലല്ലോ. ദിവ്യ അപ്പോൾ നല്ല താരനിരയുണ്ട്, എല്ലാവരും ഗംഭീരം അഭിനയിച്ചിട്ടുണ്ട്, വൈകാരികതയുണ്ട്, ഡ്രാമയുണ്ട്, രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ധൈര്യമായി ടിക്കറ്റ് എടുക്കാം, നിരാശപ്പെടുത്തില്ല എന്നൊരു ഉറപ്പ് സംവിധായകൻ കൊടുക്കുമോ? 100% ഉറപ്പ് ഞാൻ തരുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക, കാണുക. ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. താങ്ക് യു ശ്രീ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ എന്തായാലും ആ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. നല്ല ഇലക്ഷൻ തിരക്കായത് കാരണം എല്ലാ സിനിമയും വിടാതെ കാണുന്ന ആളാണ് അല്ലേ? ചേച്ചി കാണാനല്ലേ? എല്ലാ സിനിമയും വിടാതെ കാണില്ലേ? ഇല്ലേ? ഇല്ല അല്ലേ? നമ്മളെന്തായാലും ഒറ്റ സിനിമ പോലും വിടാറില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്കിലായത് കാരണം കാണാൻ പറ്റില്ല. എന്തായാലും ഈ ദിവസങ്ങൾ കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.